കെ സി വേണുഗോപാൽ MP നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. കെ സി വേണുഗോപാൽ, ഇന്നത്തെ പാർലമെന്റ് നടപടിക്രമങ്ങൾ അപ്രതീക്ഷിതമായിരുന്നോ? അല്ല, ഞങ്ങളൊരു ഉറച്ച നിലപാടായിരുന്നു. അമിത്ഷായുമായിട്ടുള്ള ഇത് ലാസ്റ്റ് മിനിറ്റ് ഇതുവരെ സഭയിൽ നിന്ന് ഒളിച്ചോടി ചോദ്യങ്ങളെ നേരിടാൻ ഭയന്ന് പിന്മാറിപ്പോയ അമിത്ഷായ്ക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി അവസാന ദിവസം കൊണ്ടിരുത്തുന്ന നടപടിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അത് സ്പീക്കറെ കണ്ട് ഞാൻ തന്നെ നേരിട്ട് അറിയിച്ചിരുന്നു, ഞങ്ങളതിന് കൂട്ടുനിൽക്കില്ല. അതുകൊണ്ടാണ് വന്ദേ മാതരം മാത്രം ചൊല്ലി, വന്ദേ മാതരത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. എക്സ്റ്റൻഡഡ് വെർഷൻ ആയിട്ട് അവർ കൊണ്ടുവന്നെങ്കിലും വന്ദേ മാതരത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനിരിക്കും എന്നല്ലാതെ പറഞ്ഞില്ല. അപ്പോഴും ഞങ്ങൾ ശക്തമായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ സംശയമില്ല. അമിത്ഷാ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞില്ല, ഒളിച്ചോടി പോയതുള്ളതുകൊണ്ട്. ഗവൺമെന്റ് ഒളിച്ചോടുന്ന കാഴ്ച ഇതുപോലെ കണ്ടൊരു കാലഘട്ടം പാർലമെന്റ് ചരിത്രത്തിൽ ഉണ്ടാവില്ല. സർക്കാർ ഒളിച്ചോടുകയായിരുന്നു. ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കും, FCRA ബില്ല് പാസ്സാക്കും, ഇതൊക്കെയായിരുന്നല്ലോ വീരവാദങ്ങൾ. പ്രതിപക്ഷത്തിന്റെ കുന്തമുനക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഭരണത്തെയാണ് കണ്ടത് ഇപ്രാവശ്യം. ഇനിയിപ്പോ നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് സഭയ്ക്ക് പുറത്തേക്ക്? അല്ല, സഭയ്ക്ക് പുറത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യും. കോൺഗ്രസ് പ്രവർത്തക സമിതി 19-ാം തീയതി പിടിച്ചിട്ടുണ്ട്. മറ്റു പാർട്ടികളുമായിട്ട് ആലോചിച്ച് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ജന്തർ മന്ദറിലെ ഈ പെല്ലറ്റ് ഇഷ്യൂ നിലനിർത്താനാണ് തീരുമാനം? തീർച്ചയായിട്ടും അമിത്ഷാ മറുപടി പറയണമെന്ന കാര്യത്തിൽ സംശയമില്ല. അക്കൗണ്ടബിലിറ്റി വേണമല്ലോ ഇതിനകത്ത്. താങ്ക് യു കെ സി വേണുഗോപാൽ. അതായത് കേന്ദ്ര സർക്കാരിനെ കൊണ്ടും അമിത്ഷായെ കൊണ്ടും ഈ കാര്യത്തിൽ മറുപടി പറയിക്കും വരെ അകത്തും പുറത്തുമുള്ള സമര പരിപാടികൾ, പ്രക്ഷോഭങ്ങൾ തുടരുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. സ്പീക്കറോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, അമിത്ഷാ അക്കാര്യത്തിൽ മറുപടി പറയാതെ പാർലമെന്റ് നടപടിക്രമങ്ങളുമായി സഹകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ മുന്നോട്ട് പോയ ഒരു പ്ലാൻ തടയുന്നതിന്റെ ഭാഗമായിട്ട് വന്ദേമാതരം പാടിക്കഴിഞ്ഞ ഉടൻ തന്നെ സ്പീക്കർ മഴക്കാല സമ്മേളനം അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമോദ്, സ്പീക്കറുടെ ഒരു പ്ലാൻ എന്തായിരുന്നു ഇന്ന്? ഇന്ന് ഈ സഭ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു നമുക്ക് അവരുടെ ശരീരഭാഷയിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. കാരണം ഇന്നലെ അമിത്ഷാ വന്നതിന് ശേഷം ചർച്ച നടത്താൻ 24 മണിക്കൂർ നീണ്ട ചർച്ചയാണ് തങ്ങൾക്ക് താല്പര്യം എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അതൊരിക്കലും ഒരു പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാവില്ല എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സഭയിലെത്തി ഒരു മിനിറ്റ് പോലും പൂർത്തിയായില്ല, ഉടൻ തന്നെ വന്ദേ മാതരത്തിലേക്ക് കടക്കുകയായിരുന്നു. കാര്യം സഭ എപ്പോഴും ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ്. വന്ദേ മാതരം പൂർണ്ണമായിട്ടാണ് ആലപിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ സമയം തന്നെ ചെലവഴിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി ആയാലും ഈ പാർലമെന്റിൽ ഈ സമ്മേളന കാലയളവിൽ ചെലവഴിച്ച സമയം എന്ന് പറഞ്ഞാൽ ഈ വന്ദേ മാതരം അടക്കം 10 മിനിറ്റിൽ താഴെ മാത്രമാണ്. അതായത് ഒറ്റ ഡിജിറ്റിലാണ് പ്രധാനമന്ത്രി ഈ സഭയിൽ ചെലവഴിച്ചത്. പല തവണ ആഭ്യന്തരമന്ത്രി സഭയിലെത്തി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയാൽ എല്ലാവിധത്തിലുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും തങ്ങൾ പിൻവാങ്ങാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷ പാർട്ടികൾ പലരും അറിയിച്ചതാണ്. ചേംബറിലെത്തി സ്പീക്കറോട് തന്നെ അറിയിച്ചതാണ്. രാജ്യസഭ ചെയറിനോടെത്തി അദ്ദേഹത്തിൻ്റെ ചേംബറിലെത്തി അറിയിച്ചതാണ്. കേവലം ഒറ്റ കാര്യം മാത്രമായിരുന്നു ആവശ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ, അമിത്ഷാ സഭയിലെത്തുക, ജന്തർ മന്ദറിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുക, ഇനി എന്തൊക്കെ നടപടികളാണ് അതിൽ എടുത്തത് എന്നുള്ളൊരു കാര്യം പറയുക. പക്ഷേ എന്താണ് ഈ കേന്ദ്രമന്ത്രിമാർ ചെയ്തത്? കേന്ദ്രമന്ത്രിമാർ പറയുന്നത് അവിടെ വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പെല്ലറ്റ് ആക്രമണം എങ്ങനെയുണ്ടായി? പെല്ലറ്റ് വെടി ആരാണ് ഉതിർത്തത്? അതിന് ഓർഡർ കൊടുത്തത് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ പെല്ലറ്റ് പരിക്കേറ്റ് അവർ ചികിത്സയിലായിരിക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ്. അതായത് RML ആശുപത്രിയിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഈ ആരോഗ്യ മന്ത്രാലയത്തിൽ രേഖകളെല്ലാം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ അവകാശ ലംഘനത്തിലുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ തരത്തിലുള്ള നോട്ടീസുകൾ പരിഗണിക്കുകയോ അതിന് കൃത്യമായി മറുപടി പറയുകയോ ചെയ്യാതെ ഈ ഒളിച്ചോടുകയാണ് അമിത്ഷാ ഇത് പറഞ്ഞതാണ് അമിത്ഷായെ വലിയ തരത്തിലുള്ള പ്രകോപനത്തിന് ഇരയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ വന്നിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കരുത്, അതായത് താൻ ഒളിച്ചോടുന്നു, താൻ സഭയിലില്ല എന്നുള്ളൊരു വാക്കുകൾ ഉപയോഗിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇത്രയും ബഹളം നടക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അമിത്ഷാ ചോദിക്കുന്നത്. അപ്പോഴും മല്ലികാർജ്ജുന ഖാർഗെ പറയുന്നുണ്ട് അമിത്ഷാ ഒന്ന് വരട്ടെ, വന്നു കഴിഞ്ഞാൽ ഈ പ്രതിഷേധം ശാന്തമാകുമെന്ന്. പക്ഷേ ഭരണപക്ഷം പറയുന്നത് ആദ്യം നിങ്ങൾ പ്രതിഷേധം ശാന്തമാക്കി സഭ നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കട്ടെ, അതിനുശേഷം അമിത്ഷാ കടന്നു വരുമെന്ന്. അങ്ങനെ കടന്നു വന്ന് അമിത്ഷായുടെ ഒരു ക്ലാസ്സിന്
കേൾക്കാൻ വേണ്ടിയുള്ള ആ ലെക്ചറിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല എന്ന് ചൂണ്ടിക്കാട്ടി അമിത്ഷായുടെ പ്രസ്താവന വന്ന് മിനിറ്റുകൾക്കകം തന്നെ രാഹുൽ ഗാന്ധി പ്രസ്താവന അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇത്